ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചർ ആപ്പ്. ഞാൻ വിഷ്ണുരാജ്. അപ്പോൾ മെയ് 2-ാം തീയതി നടക്കുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. അപ്പോൾ അവർക്ക് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 2 മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? ഓക്കെ, 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് KG ശങ്കരപ്പിള്ള. ഓക്കെ, KG ശങ്കരപ്പിള്ള. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കൊച്ചിയിലെ വൃക്ഷങ്ങൾ, സംവിധായക സങ്കല്പം, ബംഗാൾ, KGS കവിതകൾ. ഓക്കെ, അപ്പോൾ അവാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുൻപ് കിട്ടിയ അവാർഡുകളെ പറ്റി കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് 98 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2002 ലഭിച്ചു. ഓടക്കുഴൽ അവാർഡ് 2009 ലഭിച്ചു. ഓക്കെ, ഇനി നമ്മളുടെ എഴുത്തച്ഛൻ അവാർഡ് 2024 തൊട്ട് മുമ്പ് കിട്ടിയ ആളുടെ പേരാണ് NS മാധവൻ. ഓക്കെ, ഇനി 2023 SK വസന്തൻ. ഇനി സമ്മാന തുകയാണ് 5 ലക്ഷം രൂപ. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും എഴുത്തച്ഛൻ അവാർഡിന് സമ്മാന തുക എത്രയാണ്? 5 ലക്ഷം രൂപ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട അവാർഡാണ്. സാഹിത്യ മേഖലയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം. ഓക്കെ, സാഹിത്യ മേഖലയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ്. ഓക്കെ, സാഹിത്യ മേഖലയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ അവാർഡ്. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നു. എൻ്റെ അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്. അതായത് ഏതെങ്കിലും ഒരു നോവലിനോ ഏതെങ്കിലും ഒരു കൃതിക്കോ അല്ല ഇത് കൊടുക്കുന്നത്. അവർ ഇത്രയും നാളും സാഹിത്യ ലോകത്തിന് നൽകിയ സംഭാവനകളെ ബഹുമാനിച്ചാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സമഗ്ര സംഭാവന എന്ന് പറയുന്നത്. അത് ഓർത്തു വച്ചിരിക്കുക. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ സാഹിത്യത്തിന് കേരള സർക്കാർ നൽകുന്ന അവാർഡിനെ, സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡിനെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന അവാർഡിനെ പറ്റി പറഞ്ഞു. അതേപോലെ സിനിമാ മേഖലയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ്, അതിനെപ്പറ്റി പറയാൻ പോകുന്നു. ഓക്കെ, 2024 32ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവ് ശാരദ. ഓക്കെ, അപ്പോൾ 2024 32ാമത് JC ഡാനിയൽ പുരസ്കാര ജേതാവാണ് ശാരദ. യഥാർത്ഥ പേരാണ് സരസ്വതി ദേവി. ഓക്കെ, ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. അത് ഓർത്ത് വച്ചിരിക്കുക. ഇനി അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. JC ഡാനിയൽ അവാർഡ് ലഭിച്ച മലയാളി അല്ലാത്ത ആദ്യ വ്യക്തി. ഓക്കെ, JC ഡാനിയൽ അവാർഡ് ലഭിച്ച മലയാളി അല്ലാത്ത ആദ്യ വ്യക്തിയാണ് ശാരദ. അതും ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, ഇനി 2023 JC ഡാനിയൽ പുരസ്കാരം കിട്ടിയ വ്യക്തിയുടെ പേരാണ് ഷാജിയൻ കരുൺ. 2022 TB ചന്ദ്രൻ. ഓക്കെ, ഇനി അവാർഡ് നൽകി തുടങ്ങിയ വർഷമാണ് 92. ആദ്യ ജേതാവാണ് TE വാസുദേവൻ, നിർമ്മാതാവാണ്, പ്രൊഡ്യൂസറാണ്. ഓക്കെ, ആദ്യ ജേതാവ് TE വാസുദേവൻ, നിർമ്മാതാവ്, പ്രൊഡ്യൂസർ. ഓക്കെ, 92 അവാർഡ് നൽകി തുടങ്ങിയത്. ആദ്യ ജേതാവ് TE വാസുദേവൻ, നിർമ്മാതാവാണ്. ഓക്കെ, ഇനി സമ്മാന തുകയാണ് 5 ലക്ഷം രൂപ. സമ്മാന തുക 5 ലക്ഷം രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു, സിനിമാ മേഖലയ്ക്ക് കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡാണ് JC ഡാനിയൽ പുരസ്കാരം. അത് ഓർത്ത് വച്ചിരിക്കുക. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സിനിമയ്ക്കല്ല, പകരം ഇത്രയും നാളും അവർ സിനിമാ ലോകത്തിന് നൽകിയ സംഭാവനകളെ ബഹുമാനിച്ചാണ് ഈ അവാർഡ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി 49ാമത് വയലാർ അവാർഡ് 2025. 49ാമത് വയലാർ അവാർഡ് 2025 E സന്തോഷ് കുമാർ. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട അവാർഡാണ്, PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന അവാർഡാണ്. ഓക്കെ, 49ാമത് വയലാർ അവാർഡ് 2025 E സന്തോഷ് കുമാർ. ഓക്കെ, അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് തപോമയിയുടെ അച്ഛൻ. ഓക്കെ, തപോമയിയുടെ അച്ഛൻ എന്ന് പറഞ്ഞ നോവലിലാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ഓക്കെ, ഇനി 2024 അശോകൻ ചെരുവിൽ, കൃതി കാട്ടൂർ കടവ്. ഓക്കെ ആണല്ലോ. ഇനി സമ്മാന തുകയാണ് 1 ലക്ഷം രൂപ. കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്കായി വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് 1977 ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞു അവാർഡ് നൽകി തുടങ്ങിയ വർഷമാണ് 1977. ക്ലിയർ ആണല്ലോ. ഇനി അവാർഡ് ആദ്യമായി ലഭിച്ച വ്യക്തിയുടെ പേരാണ് ലളിതാംബിക അന്തർജനം, അഗ്നിസാക്ഷി എന്ന നോവലിന്. ക്ലിയർ ആണേ. അടുത്തത് 55ാമത് ഓടക്കുഴൽ അവാർഡ് 2025. 55ാമത് ഓടക്കുഴൽ അവാർഡ് 2025 ലഭിച്ച വ്യക്തിയുടെ പേരാണ്
EP രാജഗോപാലൻ. ഓക്കെ, EP രാജഗോപാലൻ. ഓക്കെ, ഇനി അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉൾക്കഥ. സാഹിത്യ നിരൂപണമാണ്. ഓക്കെ, സാഹിത്യ നിരൂപണമാണ്. ഓക്കെ, ഇനി തൊട്ട് മുൻ വർഷം 2024 കെ അരവിന്ദാക്ഷൻ. ഓക്കെ, ഗോപ എന്ന നോവലിലാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി സമ്മാന തുക 30,000 രൂപയാണ്. ഓക്കെ, 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1969. ഓക്കെ, ആദ്യ ജേതാവാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓക്കെ, തുളസീദാസ രാമായണം എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത്. ഇനി ഹരിവരാസനം അവാർഡ് 2026. ഓക്കെ, ഹരിവരാസനം അവാർഡ് 2026 ലഭിച്ച ആളുടെ പേരാണ് തിരുവിഴ ജയശങ്കർ. അപ്പോൾ അവിടെ ചോദിക്കും, തിരുവിഴ ജയശങ്കർ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓക്കെ, നാഗസ്വരം. ഓക്കെ, അപ്പോൾ തിരുവിഴ ജയശങ്കർ നാഗസ്വരം എന്ന് പറയുന്ന സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കല്യാണത്തിനായാലും ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കായാലും ഒക്കെ വായിക്കുന്ന ഒരു ഉപകരണമാണ് നാഗസ്വരം. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇതാണ് നാഗസ്വരം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഇൻസ്ട്രുമെന്റ് ആണ് നാഗസ്വരം എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നാദസ്വരമല്ല നാഗസ്വരമാണ്. യഥാർത്ഥ ഉച്ചാരണമാണ് നാഗസ്വരം. ചിലർ തെറ്റിച്ച് നാദസ്വരം എന്ന് പറയുന്നത് തെറ്റാണ്. നാഗസ്വരം എന്നുള്ളതാണ് ആ ഇൻസ്ട്രുമെന്റിന്റെ യഥാർത്ഥ പേര്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ എന്താണ്, നാഗസ്വരം ജനകീയമാക്കുന്നതിനും അതുവഴി ഭക്തിഗാന ശാഖയ്ക്ക് നൽകിയ അമൂല്യ സംഭാവനകളും പരിഗണിച്ചാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇനി തൊട്ട് മുൻ വർഷം ഹരിവരാസനം അവാർഡ് 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഓക്കെ, അപ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് തൊട്ട് മുൻ വർഷം കിട്ടിയത്, 2025 കിട്ടിയത്. ഇനി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 2012. ഓക്കെ, ഇനി ആദ്യ ജേതാവാണ് KG യേശുദാസ്. സമ്മാന തുക 1,00,000 രൂപയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള ഗവൺമെന്റും ചേർന്നാണ് ഈ അവാർഡ് നൽകുന്നത്. ഒരു പ്രത്യേകത കൂടിയുണ്ട്, ശബരിമലയിൽ മകരവിളക്ക് ദിവസമാണ് ഈ അവാർഡ് നൽകുന്നത്. ശബരിമലയിൽ മകരവിളക്ക് ദിവസമാണ് ഈ അവാർഡ് നൽകുന്നത്. അപ്പോൾ ഏത് ദിവസമാണോ മകരവിളക്ക് അന്നാണ് ഈ അവാർഡ് നൽകുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025. ഓക്കെ, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025 മേതിൽ രാധാകൃഷ്ണൻ. ഓക്കെ, ഇപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2025 ലഭിച്ച ആളുടെ പേരാണ് മേതിൽ രാധാകൃഷ്ണൻ. ഓക്കെ, ഇനി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 സാറ ജോസഫ്. ഓക്കെ, അപ്പോൾ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ച വ്യക്തിയുടെ പേരാണ് സാറ ജോസഫ്. ഓക്കെ, ഇനി സമ്മാന തുക 3,00,000 രൂപ. സമ്മാന തുക 3,00,000 രൂപയാണ്. ഇനി അവാർഡ് നൽകി തുടങ്ങിയ വർഷം 2000. ഓക്കെ, ആദ്യ ജേതാവാണ് തിക്കോടിയൻ. യഥാർത്ഥ പേരാണ് P. കുഞ്ഞനന്ദൻ നായർ. അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ് തിക്കോടിയൻ. ഓക്കെ, യഥാർത്ഥ പേരാണ് P. കുഞ്ഞനന്ദൻ നായർ. ഇനി 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2025. 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2025 വളരെ പ്രധാനപ്പെട്ട അവാർഡാണ്. PSC പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു അവാർഡാണ് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ 60ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2025 ലഭിച്ച ആളുടെ പേരാണ് R. വൈരമുത്തു. ഓക്കെ, തമിഴ് ഭാഷയിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ വ്യക്തി. തമിഴ് ഭാഷയിൽ നിന്നും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ വ്യക്തിയാണ്. ഓക്കെ, അഖിലനും ജയകാന്തനുമാണ് മറ്റു രണ്ടുപേർ. ഓക്കെ, അപ്പോൾ അഖിലൻ 1975, ജയകാന്തൻ 2002. ഇവർ രണ്ടുപേരുമാണ് മുമ്പ് അവാർഡ് ലഭിച്ച തമിഴ് സാഹിത്യകാർ. അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മുടെ വൈരമുത്തു കവിയാണ്. അദ്ദേഹം കൂടുതലും സിനിമാ ഗാനങ്ങളും കവിതകളും ഒക്കെയാണ് എഴുതുന്നത്. അദ്ദേഹം ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിന്റെ പേരാണ് കള്ളിക്കാട്ട് ഇതിഹാസം. അപ്പോൾ വൈരമുത്തു എഴുതിയ നോവലിന്റെ പേരാണ് കള്ളിക്കാട്ട് ഇതിഹാസം. ആ നോവലിനൊരു പ്രത്യേകതയുണ്ട്. നോക്കൂ, 2003 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പോൾ 2003 വൈരമുത്തുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് കള്ളിക്കാട്ട് ഇതിഹാസം. അപ്പോൾ ചോദിക്കും, വൈരമുത്തു എഴുതിയ നോവൽ ഏത്? കള്ളിക്കാട്ട് ഇതിഹാസം. 2003 വൈരമുത്തു എഴുതിയ കള്ളിക്കാട്ട് ഇതിഹാസത്തിന് നമ്മളുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ശ്രദ്ധിക്കുക, ജ്ഞാനപീഠത്തിന് സമ്മാന തുകയാണ് 11,00,000 രൂപ. പരീക്ഷ ചോദിക്കും, എത്രയാണ് ജ്ഞാനപീഠത്തിന് സമ്മാന തുക? 11,00,000 രൂപ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ വൈരമുത്തിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അദ്ദേഹം 7,500-ലധികം കവിതകളും സിനിമാ ഗാനങ്ങളും എഴുതിയിട്ടുണ്ട്. കൂടുതൽ സിനിമാ ഗാനങ്ങളാണ്. A.R. റഹ്മാൻ്റെയൊക്കെ മിക്ക പാട്ടുകൾക്കും വരി എഴുതിയിരുന്ന അദ്ദേഹമാണ്. പ്രശസ്ത തമിഴ് ഗാനരചയിതാവാണ് വൈരമുത്തു. പറയേണ്ട കാര്യം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു റെക്കോർഡ് കൂടിയുണ്ട്. മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ അവാർഡ് 7 തവണ ലഭിച്ചു. ഒന്നുകൂടി പറയുകയാണ്, മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ അവാർഡ് 7 തവണ ലഭിച്ചു. ഇത് റെക്കോർഡാണ്. ഇതുവരെ ഈ റെക്കോർഡ് ആരും തകർത്തിട്ടില്ല.
അപ്പോൾ ചോദിക്കും ഏറ്റവും കൂടുതൽ തവണ മികച്ച ഗാനരചനയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച വ്യക്തി ആര്? ആർ വൈരമുത്തു. തീർന്നിട്ടില്ല. സംസ്ഥാനത്തിലേക്ക് വന്നാലും അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. 6 തവണ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 6 തവണ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ശ്രദ്ധിക്കുക. ഇനി അദ്ദേഹത്തിന് 2003 പത്മശ്രീ ലഭിച്ചു. 2003 പത്മശ്രീ ലഭിച്ചു. 2014 പത്മഭൂഷൺ ലഭിച്ചു. പത്മബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? 2003 പത്മശ്രീ, 2014 പത്മഭൂഷൺ. ഇനി 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024, തൊട്ട് മുൻ വർഷം കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2024 കിട്ടിയ ആളുടെ പേരാണ് വിനോദ് കുമാർ ശുക്ല. ഓക്കെ, ഹിന്ദി ഭാഷയിലെ എഴുത്തുകാരനാണ്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൽ നിന്നും ഈ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തിയാണ്. ഓക്കെ, ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൽ നിന്നും ഈ അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തിയാണ്. അതും ഓർത്തു വച്ചിരിക്കുക. ഇനി ജ്ഞാനപീഠ പുരസ്കാരം 1961 ഏർപ്പെടുത്തി. ജ്ഞാനപീഠ പുരസ്കാരം 1961 ഏർപ്പെടുത്തി. ഓക്കെ, ഇനി അവാർഡ് നൽകി തുടങ്ങിയ വർഷമാണ് 1965. ആദ്യ ജേതാവ് തന്നെ മലയാളിയാണ്. എന്നിട്ട് പറയുകയാണ്, ജ്ഞാനപീഠ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷമാണ് 1961, നൽകി തുടങ്ങിയ വർഷം 1965. ആദ്യ ജേതാവ് തന്നെ മലയാളിയാണ്, ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണല്ലോ? ഇനി ശ്രദ്ധിക്കുക, 1981 വരെ ഒരു എഴുത്തുകാരൻ്റെ ഏതെങ്കിലും ഒരു കൃതിക്കാണ് അവാർഡ് കൊടുത്തിരുന്നത്. 81 വരെ. ഓക്കെ, 1982 മുതൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകി തുടങ്ങി. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, 81 വരെ ഒരു എഴുത്തുകാരൻ്റെയോ എഴുത്തുകാരിയുടെയോ ഏതെങ്കിലും ഒരു സാഹിത്യ സൃഷ്ടിക്കാണ് അവാർഡ് കൊടുത്തിരുന്നത്. 82 മുതൽ അത് സമഗ്ര സംഭാവനയ്ക്ക് നൽകി തുടങ്ങി. PSC പഠിക്കുന്ന ആളുകൾക്ക് അത് എളുപ്പമാണ്. കാരണം എഴുത്തുകാരുടെ പേര് മാത്രം പഠിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ പുസ്തകത്തിൻ്റെ പേരോട് പഠിക്കേണ്ടി വന്നേനെ. ഓക്കെയാണ്? ഓക്കെ, ഇനി അവാർഡ് ലഭിച്ച ആദ്യ വനിതയാണ് ആശാ പൂർണ്ണദേവി. ഓക്കെ, ഇപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ആശാ പൂർണ്ണദേവി. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി അവാർഡ് നേടിയ വർഷമാണ് 1976. പ്രഥം പ്രതിശ്രുതി എന്ന് പറയുന്ന അവരുടെ നോവലിനാണ് അവാർഡ് കിട്ടിയത്. ബംഗാളി നോവലാണ്. ഓക്കെ, ബംഗാളി നോവൽ, ബംഗാളി ഭാഷയിലെ നോവലാണ്. ക്ലിയർ ആണേ? ഇനി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ. അപ്പോൾ പലപ്പോഴായിട്ട് 6 മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് 6 മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അവരെ പറ്റി അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം. നോക്കൂ, പലപ്പോഴായിട്ട് 6 മലയാളികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യ മലയാളിയും ആദ്യ വ്യക്തിയും ജി ശങ്കരക്കുറുപ്പാണ്. 1965 ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരം. ഇനി രണ്ടാമത് SK പൊറ്റക്കാട്, 1980 ഒരു ദേശത്തിൻ്റെ കഥ. ഇനി മൂന്നാമത് തകഴി ശിവശങ്കരപിള്ള, 84 സമഗ്ര സംഭാവന. അപ്പം നമ്മൾ പറഞ്ഞു 81 വരെയാണ് കൃതികൾക്ക് കൊടുത്തിരുന്നത്. 82 മുതൽ സമഗ്ര സംഭാവനയ്ക്ക് കൊടുത്തു തുടങ്ങി. ഓക്കെ, അപ്പോൾ 84 കിട്ടിയത് കൊണ്ട് തന്നെ സമഗ്ര സംഭാവനയാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ തകഴി ശിവശങ്കരപിള്ള 84 സമഗ്ര സംഭാവന. ഇനി MD വാസുദേവൻ നായർ 95 സമഗ്ര സംഭാവന. അഞ്ചാമതായിട്ട് ONV കുറുപ്പ് 2007 സമഗ്ര സംഭാവന. ഓക്കെ, ഇനി ആറാമതായിട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി 2019 സമഗ്ര സംഭാവന. ക്ലിയർ ആണേ? അപ്പോൾ ഇത് പഠിക്കാനൊരു കോഡുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു കോഡുണ്ട്. കോഡാണ് GST മോനെ. GST മോനെ. ഓക്കെ, ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, ജി ശങ്കരക്കുറുപ്പ്. SK പൊറ്റക്കാട്. T തകഴി ശിവശങ്കരപിള്ള. MD വാസുദേവൻ നായർ. ONV കുറുപ്പ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി.
ഇപ്പോൾ GST മോനെ, ഇത് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് പരീക്ഷ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഉത്തരം എഴുതാൻ പറ്റണം, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് മാർഗവും സ്വീകരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിർമ്മിക്കാം. ജസ്റ്റ് എൻ്റെ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കോഡാണ് GST മോനെ. ഓക്കെ, ഇനി ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് നൽകുന്ന അവാർഡാണ് ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ ഇതൊരു ട്രസ്റ്റ് നൽകുന്ന അവാർഡാണ്, സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ട്രസ്റ്റ് നൽകുന്നതാണ്, ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് നൽകുന്ന അവാർഡാണ് നമ്മളുടെ ജ്ഞാനപീഠ പുരസ്കാരം. അപ്പോൾ അത് പറയുന്നതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിൽ 8ാം പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 22 ഭാഷകൾക്കും ഇംഗ്ലീഷ് ഭാഷയിലും എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമേ ഈ അവാർഡ് കിട്ടൂ. ഒന്നുകൂടെ പറയുകയാണ്, ഇന്ത്യൻ ഭരണഘടനയിലെ 8ാം പട്ടികയിൽ ഉൾപ്പെടുന്ന 22 ഭാഷകൾക്കും പ്ലസ് ഇംഗ്ലീഷ് ഭാഷയിലും എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമേ ഈ അവാർഡ് ലഭിക്കുകയുള്ളൂ. ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, ജീവിച്ചിരിക്കുന്ന എഴുത്തുകാർക്ക് മാത്രമേ ഈ അവാർഡ് ലഭിക്കൂ. മരണാനന്തര ബഹുമതിയായി നൽകാറില്ല. ചില അവാർഡുകൾ മരണാനന്തര ബഹുമതിയായിട്ട് കൊടുക്കാറുണ്ട്, പക്ഷേ ഈ അവാർഡാണെങ്കിൽ എന്താണ്, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ നൽകൂ. അതാണ് പ്രത്യേകത. ഇനി 35ാമത് സരസ്വതി സമ്മാൻ 2025, 35ാമത് സരസ്വതി സമ്മാൻ 2025 കിട്ടിയ ആളുടെ പേരാണ് രാംകുമാർ മുഖോപാധ്യായ. രാംകുമാർ മുഖോപാധ്യായ. ഓക്കെ, ഹര പാർവതി കഥ എന്ന് പറയുന്ന ബംഗാളി നോവലിനാണ് അവാർഡ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ സമ്മാന തുകയാണ് 15 ലക്ഷം രൂപ. വളരെ പ്രത്യേകതയുണ്ട്, ഇന്ത്യൻ എഴുത്തുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് നമ്മളുടെ സരസ്വതി സമ്മാനം. മുമ്പ് JCB അവാർഡായിരുന്നു, 25 ലക്ഷം രൂപയായിരുന്നു സമ്മാന തുക. അത് കഴിഞ്ഞ വർഷം നിർത്തലാക്കി. ഓക്കെ, അപ്പോൾ മുൻപ് ഇന്ത്യൻ എഴുത്തുകാർക്ക് ലഭിച്ചിരുന്ന ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരമായിരുന്നു JCB അവാർഡ്. അത് കഴിഞ്ഞ വർഷം നിർത്തലാക്കി, ഇപ്പോൾ അതില്ല. അപ്പോൾ നിർത്തലാക്കിയത് കൊണ്ട് തന്നെ ഇതാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്നത്. അപ്പോൾ ചോദിക്കും, നിലവിൽ ഇന്ത്യൻ എഴുത്തുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏത്? സരസ്വതി സമ്മാൻ, 15 ലക്ഷം രൂപ. ഓക്കെയാണ്, ഒന്ന് പറയുകയാണ്, ഇന്ത്യൻ എഴുത്തുകാർക്ക് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയുള്ള സാഹിത്യ പുരസ്കാരം. ഇനി കഴിഞ്ഞ വർഷം തൊട്ട് മുൻ വർഷം കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, കഴിഞ്ഞ തവണ കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, 2024 കിട്ടിയ ആളുടെ പേരാണ് ഭദ്രേഷ് ദാസ് സ്വാമി. അപ്പോൾ നമ്മളുടെ 34ാമത് സരസ്വതി സമ്മാൻ 2024 ലഭിച്ച ആളുടെ പേരാണ് ഭദ്രേഷ് ദാസ് സ്വാമി. അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് സ്വാമിനാരായണ സിദ്ധാന്ത സുധ സംസ്കൃതം. ഓക്കെ, സ്വാമിനാരായണ സിദ്ധാന്ത സുധ സംസ്കൃതം. ക്ലിയർ ആണേ? ഓക്കെ, ഇനി പലപ്പോഴായിട്ട് 4 മലയാളികൾക്ക് സരസ്വതി സമ്മാൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിരിക്കണം. ഓക്കെ, സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാളിയും ആദ്യ വനിതയും ബാലാമണിയമ്മയാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, സരസ്വതി സമ്മാൻ ലഭിച്ച ആദ്യ മലയാളി ആദ്യ വനിത ബാലാമണിയമ്മ. ഓക്കെ, അപ്പോൾ നിവേദ്യം എന്ന് പറഞ്ഞ കവിതാ സമാഹാരം 95-ലാണ് അവാർഡ് ലഭിച്ചത്. അപ്പോൾ നിവേദ്യം എന്ന് പറഞ്ഞ കവിതാ സമാഹാരം 95-ലാണ് അവാർഡ് ലഭിച്ചത്. ഇനി 2ാമത്തെ മലയാളിയാണ് K. അയ്യപ്പ പണിക്കർ. അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം കിട്ടിയത് 2005. ഓക്കെ, ഇനി 3ാമത്തെ മലയാളിയാണ് സുഗതകുമാരി ടീച്ചർ. മണലെടുത്ത് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് അവാർഡ് കിട്ടിയത്. ഓക്കെ, 2012-ലാണ് അവാർഡ് ലഭിച്ചത്. 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. ഇത് കറണ്ട് അഫെയറുമാണ്, GK-യുമാണ്. ഓക്കെ, 4ാമത്തെ മലയാളിയാണ് പ്രഭാവർമ്മ. രൗദ്ര സാത്വികം എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിന് അവാർഡ് കിട്ടി 2023. ഇതാണ്ട് ഒരു നമ്മുടെ ഇപ്പോഴത്തെ അവാർഡിനേക്കാൾ 2 അവാർഡിന് മുമ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെന്റ് സംഭവമാണ്. അപ്പോൾ എന്താണ്, കറണ്ട് അഫെയറുമാണ്, GK-യുമാണ്. അപ്പോൾ 2023 സരസ്വതി സമ്മാനം ലഭിച്ചതൊരു മലയാളിക്കാണ്. അദ്ദേഹത്തിന്റെ പേരാണ് പ്രഭാവർമ്മ. രൗദ്ര സാത്വികം എന്ന കാവ്യ സമാഹാരം. റിപ്പീറ്റ് ചെയ്യാണ്, സരസ്വതി സമ്മാനം ലഭിച്ച ആദ്യ മലയാളി ആദ്യ വനിത ബാലാമണി അമ്മ. ഓക്കെ, ഓർത്ത് വച്ചിരിക്കുക. നിവേദ്യം എന്ന് പറയുന്ന കവിതാ സമാഹാരം വർഷം 95. ഇനി അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1991. ആദ്യ ജേതാവാണ് ഹരിവംശ് റായി ബച്ചൻ. അദ്ദേഹത്തിന്റെ 4 വാല്യങ്ങളുള്ള ആത്മകഥയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. പ്രശസ്ത സിനിമാ നടൻ അമിതാഭ് ബച്ചന്റെ അച്ഛനാണ്. ഓക്കെ, ഇനി KK ബിർള ഫൗണ്ടേഷൻ ആണ് ഈ അവാർഡ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ അവാർഡ് നൽകുന്ന സംഘടനയാണ് KK ബിർള ഫൗണ്ടേഷൻ. ഇതിനും ഗവൺമെന്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി
ബുക്കർ പ്രൈസ് 2025 വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് ബുക്കർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ PSC പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ബുക്കർ പ്രൈസ് 2025 കിട്ടിയയാളുടെ പേരാണ് ഡേവിഡ് സാലേ. അദ്ദേഹത്തിന് 2 രാജ്യങ്ങളിൽ പൗരത്വമുണ്ട്, ബ്രിട്ടനിലും പൗരത്വമുണ്ട്, ഹംഗറിയിലും പൗരത്വമുണ്ട്. അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് ഫ്ലഷ്. ഇനി സമ്മാനതുകയാണ് 50,000 പൗണ്ട്, ഏകദേശം 62 ലക്ഷം രൂപയാണ് സമ്മാനതുക എന്ന് പറയുന്നത്. ഓക്കെ, ഏകദേശം 62 ലക്ഷം രൂപയാണ് സമ്മാനതുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ടതും യുണൈറ്റഡ് കിങ്ഡത്തിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ചതുമായ ഏറ്റവും മികച്ച കൃതിക്ക് എല്ലാ വർഷവും നൽകുന്ന ഒരു അവാർഡാണ് ബുക്കർ പ്രൈസ്. അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇംഗ്ലീഷ് ഭാഷയിലെ സാഹിത്യ സൃഷ്ടിയായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അവാർഡിന് പരിഗണിക്കൂ. ക്ലിയർ ആണേ? ഇനി ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യനാണ് അരുന്ധതി റോയ്. നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ അരുന്ധതി റോയ്. നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, വർഷം 97. അപ്പോൾ അരുന്ധതി റോയ് മലയാളിയാണ്, കോട്ടയത്തുകാരിയാണ്, കോട്ടയം സ്വദേശിയാണ്, മലയാളിയാണ്, കോട്ടയം സ്വദേശിയാണ്. ഓക്കെ, അപ്പോൾ ചോദിക്കും ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ അരുന്ധതി റോയ്. ക്ലിയർ ആണല്ലോ? ഇനി പലപ്പോഴായിട്ട് 3 ഇന്ത്യക്കാർക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്, അത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ അരുന്ധതി റോയ്, നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, വർഷം 97. രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് കിരൺ ദേശായി, നോവലാണ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, വർഷം 2006. ഇനി മൂന്നാമത്തെ ഇന്ത്യനാണ് അരവിന്ദ് അഡിഗ, ദ വൈറ്റ് ടൈഗർ, 2008. ഒന്നുകൂടി പറയുന്നു, ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ അരുന്ധതി റോയ്, നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, വർഷം 97. രണ്ടാമത്തെ ഇന്ത്യൻ കിരൺ ദേശായി, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ്, വർഷം 2006. മൂന്നാമത്തെ ഇന്ത്യൻ അരവിന്ദ് അഡിഗ, ദ വൈറ്റ് ടൈഗർ, 2008. ക്ലിയർ ആണേ? ഇനി ബുക്കർ പ്രൈസ് നൽകി തുടങ്ങിയ വർഷം 1969. ആദ്യ ജേതാവാണ് PH ന്യൂബി, രാജ്യം UK, നോവലാണ് സംതിങ് ടു ആൻസർ ഫോർ. ഇനി പല ഉദ്യോഗാർത്ഥികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന 2 അവാർഡുകളാണ് ബുക്കർ പ്രൈസും ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും. പലർക്കും മാറിപ്പോകാറുണ്ട്. ചിലർ ബുക്കർ പ്രൈസ് എന്ന് കരുതി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ ആളെ പിടിച്ച് കറുപ്പിക്കും, ഉത്തരത്തിൽ കറുപ്പിക്കും. ചില നേരെ തിരിച്ചു ചെയ്യും. അപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാറുണ്ട്, ആശയക്കുഴപ്പം വരാറുണ്ട്. അങ്ങനെ വരരുത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025 കേൾക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുമെങ്കിൽ 2 വ്യത്യസ്ത അവാർഡുകളാണ്. ഓക്കെ, അപ്പോൾ അവാർഡിന്റെ പേരാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് 2025. ലഭിച്ച ആളുടെ പേരാണ് ഭാനു മുഷ്താഖ്, കന്നഡ എഴുത്തുകാരി. ഓക്കെ, അപ്പോൾ 2025 ഈ പുരസ്കാരം കിട്ടിയത് ഇന്ത്യക്കാരിക്ക് ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, റീസെന്റ് എക്സാമിൽ ചോദിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഭാനു മുഷ്താഖ്, കന്നഡ എഴുത്തുകാരി. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ 2ാമത്തെ ഇന്ത്യൻ, അതാണ് പ്രത്യേകത. അപ്പോൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച 2ാമത്തെ ഇന്ത്യനാണ് ഭാനു മുഷ്താഖ്, നോവലാണ് ഹേർട്ട് ലാംബ് സെലക്ടഡ് സ്റ്റോറീസ്. ഓക്കെ, നോവലാണ് ഹേർട്ട് ലാംബ് സെലക്ടഡ് സ്റ്റോറീസ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ അവാർഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, അവാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിദേശ ഭാഷയിൽ രചിക്കപ്പെടുകയും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്ന നോവലുകൾക്ക് നൽകുന്ന അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. എന്താ പറഞ്ഞത്? വിദേശ ഭാഷയിൽ രചിക്കപ്പെടുകയും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്ന നോവലുകൾക്ക് നൽകുന്ന അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. അപ്പം ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് മറ്റെല്ലാ ഭാഷകളും വിദേശമാണ്. അപ്പോൾ മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ നല്ലൊരു നോവലോ നല്ലൊരു സാഹിത്യ സൃഷ്ടിയോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയാണെങ്കിൽ ഈ അവാർഡിന് അയക്കാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, മാത്രമല്ല ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ചിരിക്കണം. UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പോയിന്റിലേക്ക് വരാം. ഓക്കെ, നോക്കൂ, ഭാനു മുഷ്താഖ് കന്നഡ എഴുത്തുകാരിയാണ്. അവർ കന്നഡയിൽ അവരുടെ പലപ്പോഴായിട്ട് എഴുതിയ നോവലുകളുടെ ഏറ്റവും സെലക്റ്റീവായിട്ടുള്ള ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഈ ഹേർട്ട് ലാംബ് സെലക്ടഡ് സ്റ്റോറീസ് എന്ന് പറഞ്ഞ ആ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ കന്നഡയിലാണ് എഴുതിയത്. അങ്ങനെ കന്നഡയിൽ മാത്രം എഴുതി വെച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. എന്ത് ചെയ്യണം? അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടണം. ഓക്കെ, അപ്പോൾ ഭാനു മുഷ്താഖ് എഴുതിയ ആ സെലക്ടഡ് സ്റ്റോറീസ്, അതാണ് ഹേർട്ട് ലാംബ് സെലക്ടഡ് സ്റ്റോറീസ്. തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ കഥകൾ, ഭാനു മുഷ്താഖ് എഴുതിയ ഭാനു മുഷ്താഖിന്റെ തിരഞ്ഞെടുത്ത കഥകൾ എന്ത് ചെയ്തു? നോക്കൂ, ദീപ ഫസ്തി എന്ന എഴുത്തുകാരി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. അതാണ് പ്രത്യേകത. ഓർത്തു വച്ചിരിക്കുക, ഭാനു മുഷ്താഖ് കന്നഡയിൽ എഴുതിയ നോവലുകൾ, അതിൽ
തിരഞ്ഞെടുക്കപ്പെട്ട നോവലുകൾ നമ്മളുടെ ദീപാ ഫസ്തി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. അതാണ് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപാ ഫസ്തി. അപ്പോൾ ദീപാ ഫസ്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയാണ് വിവർത്തനത്തിനുള്ള ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ. പ്രത്യേകതയാണ് വിവർത്തനത്തിനുള്ള ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ. അതായത് ട്രാൻസ്ലേഷനുള്ള ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യനാണ് ദീപാ ഫസ്തി. ഇതാണ് ഭാനു മുഷ്താഖും ദീപാ ഫസ്തി. ഓക്കെ, ഭാനു മുഷ്താഖ് ദീപാ ഫസ്തി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു സമ്മാന തുക 50,000 പൗണ്ട്. സമ്മാന തുക 50,000 പൗണ്ട് എഴുത്തുകാരനും വിവർത്തകനും തുല്യമായി പങ്കിട്ടെടുക്കും. അപ്പൊ എത്രയാണോ സമ്മാന തുക, അതായത് 50,000 പൗണ്ടാണ്, ഏകദേശം 60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. ഈ സമ്മാന തുക എന്ത് ചെയ്യണം? ഒറിജിനൽ റൈറ്ററും ട്രാൻസ്ലേറ്ററും തുല്യമായിട്ട് പങ്കിട്ടെടുക്കണം. അതായത് 25,000 പൗണ്ട് ഒറിജിനൽ റൈറ്റർക്ക്, 25,000 പൗണ്ട് പരിഭാഷയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്ക്. ക്ലിയർ ആണല്ലോ? വീണ്ടും പറയുകയാണ്, വിദേശ ഭാഷയിൽ രചിക്കപ്പെടുകയും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്ന നോവലുകൾക്ക് നൽകുന്ന അവാർഡാണ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ്. ഞാൻ വീണ്ടും പറയുന്നു, ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് മറ്റെല്ലാ ഭാഷകളും വിദേശമാണ്. അവിടെ ഏറ്റവും മികച്ച ഏതെങ്കിലും സാഹിത്യസൃഷ്ടികൾ വരികയാണെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ ആണ് ഇതിലേക്ക് മത്സരിക്കാൻ യോഗ്യത നേടുന്നത്. ഓക്കെ, മാത്രമല്ല UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ചിരിക്കുകയും വേണം. ഓക്കെ, ഇനി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ ഗീതാഞ്ജലി ശ്രീ, വർഷം 2002. 2022. അപ്പോൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യയാണ് ഗീതാഞ്ജലി ശ്രീ, വർഷമാണ് 2022. നോവലാണ് ടോംബ് ഓഫ് സാൻഡ്. ഓക്കെ, അപ്പൊ ഗീതാഞ്ജലി ശ്രീ ഹിന്ദി എഴുത്തുകാരിയാണ്. അവർ ഹിന്ദിയിൽ എഴുതിയ രേത്ത് സമാധി എന്ന നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടോംബ് ഓഫ് സാൻഡ്. അപ്പോൾ രേത്ത് സമാധി എന്ന് പറഞ്ഞ ഹിന്ദി നോവലിനെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആളാണ് ഡെയ്സി റോക്ക്വെൽ, അമേരിക്കൻ എഴുത്തുകാരി. കിട്ടിയല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഗീതാഞ്ജലി ശ്രീക്ക് പരിഭാഷ ചെയ്ത് നൽകിയത് ഒരു അമേരിക്കക്കാരിയാണ്. പക്ഷേ ഭാനു മുഷ്താഖിന് പരിഭാഷ ചെയ്ത് നൽകിയത് ഇന്ത്യക്കാരിയായിട്ടുള്ള ദീപാ ഫസ്തിയാണ്. അതുകൊണ്ടാണ് വിവർത്തനത്തിനുള്ള ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യൻ ദീപാ ഫസ്തി എന്ന് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകി തുടങ്ങിയ വർഷമാണ് 2005. ഓക്കെ, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകി തുടങ്ങിയ വർഷമാണ് 2005. ഓക്കെ, ആദ്യ ജേതാവാണ് ഇസ്മയിൽ ഖാദ്രെ, അൽബേനിയൻ എഴുത്തുകാരൻ. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നൽകി തുടങ്ങിയ വർഷം 2005. ആദ്യ ജേതാവാണ് ഇസ്മയിൽ ഖാദ്രെ, വർഷം 2005. ഓക്കെ, അൽബേനിയൻ നോവലിസ്റ്റ് ആണ്. ഇനി 2015 വരെ സമഗ്ര സംഭാവന ആണ് നൽകിയിരുന്നത്. 2015 വരെ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകിയിരുന്നത്. 2016 മുതലാണ് നമ്മുടെ പുതിയ കാറ്റഗറി ആരംഭിക്കുന്നത്. എന്താ കാറ്റഗറി? 2016 മുതലാണ് ഈ കാറ്റഗറി ആരംഭിക്കുന്നത്. അതായത് വിദേശ ഭാഷയിൽ രചിക്കപ്പെടുകയോ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയോ ചെയ്യുന്ന നോവലുകൾക്ക് നൽകുന്ന അവാർഡ് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് UK-യിലോ അയർലൻഡിലോ പ്രസിദ്ധീകരിച്ചിരിക്കണം. ഈ കാറ്റഗറി, ഈ ക്രൈറ്റീരിയ വന്നത് 2016 മുതലാണ്. 2015 വരെ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് പോയിന്റുകൾ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകളാണ്. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത്രയും ഇമ്പോർട്ടൻസ് കൂടി പഠിച്ചിട്ട് പോവുക. അപ്പോൾ എല്ലാവരും ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പല വിദ്യാർത്ഥികളും വീഡിയോ കാണാറുണ്ട്, പലരും തന്നെ എന്ത് ചെയ്യാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ PSC-യുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മാറ്റങ്ങൾ, പുതിയ സിലബസുകൾ, പുതിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. മാത്രമല്ല മികച്ച ക്ലാസ്സുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ ഏറ്റവും മികച്ച പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ടെലിഗ്രാം ചാനലിനകത്ത് ജോയിൻ ചെയ്യാം. മാത്രമല്ല നമ്മുടെ ആപ്പിന് ലിങ്ക് കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാം. ഏറ്റവും മികച്ച ഇൻ്റർഫേസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിച്ച് PSC പഠിക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ അതിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.